പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ കേൾവിക്കാർക്കും ഇതിൻ്റെ സഹപ്രവർത്തകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനമറിയിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം സാത്താൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ അധികാരങ്ങളും അവൻ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രലോഭനങ്ങളുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം സാത്താനെ അതിനെ അനുവദിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സാത്താൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ജോബിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് യേശുവിനെ പരീക്ഷിക്കുവാനായി ശ്രമിച്ചു. ഏതൊക്കെ വിധത്തിലാണ് യേശുവിനെ പരീക്ഷിച്ചതെന്ന് നമ്മൾ കേട്ടു. മറ്റൊന്ന്, മനുഷ്യനായ ജോബിനെ ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി പിശാച് പരീക്ഷിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ്റെ കുടുംബത്തിൽ വലിയ പ്രതിസന്ധി വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എത്ര പെട്ടെന്നാണ് ഓരോ പ്രതിസന്ധികൾ വന്നത്, എത്ര നനച്ചരിക്കാത്ത സമയത്താണ്, ഒരിക്കൽ പോലും ചിന്തിക്കാത്ത സമയത്താണ്. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് നല്ലൊരു ദൈവാനുഗ്രഹത്തോടു കൂടി, നല്ലൊരു ദൈവവിശ്വാസത്തോടുകൂടി, ദൈവ ആശ്രയത്തോടു കൂടി പോകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് കാണുവാനും പറയുവാനും കഴിയും. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ സാത്താൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കണമെന്നുള്ളതാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സാത്താൻ എപ്പോൾ വേണേലും നമ്മളെ ആക്രമിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് കാളകളെയും കഴുതുകളെയും അവ മേഞ്ഞുകൊണ്ടിരുന്ന പണിതുകൊണ്ടിരുന്ന ഭൃത്യന്മാരെയും, പിന്നീട് ഒട്ടകങ്ങളെയും, പിന്നീട് ജോബിൻ്റെ മക്കൾ താമസിക്കുന്ന ഭവനത്തെയും മക്കളെ എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു. ഇവ കൊണ്ടൊന്നും ജോബ് പാപം ചെയ്തില്ല, എല്ലാം ദൈവമഹത്വത്തിനായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ജോബിൻ്റെ ജീവിതത്തിലെ ഒരു പരീക്ഷണവും കൂടി നമുക്ക് ധ്യാനിക്കാം, മുന്നോട്ട് പോകാം. ഒരു വാക്ക് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ദൈവസന്നിധികളിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുന്ന അരുളിച്ചെയ്ത നാഥ, ഈ ശുശ്രൂഷ മധ്യേ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സംസാരിക്കുന്ന ബലഹീനനായി എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകുന്നതിനൊരു പ്രാർത്ഥിക്കുന്നു. അധരം തുറക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എൻ്റെ പാപങ്ങളെയും എൻ്റെ കുറവുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2-ാമത്തെ അധ്യായത്തിലാണ്, ജോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം മുതലാണ് അടുത്ത ജോബിൻ്റെ ജീവിതത്തിലെ പരീക്ഷണത്തിൽ സാത്താൻ ഇടപെടുന്നതും ദൈവം അനുവദിക്കുന്നതും നമ്മൾ കാണുന്നത്. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 2:2. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്, അവൻ പറഞ്ഞു. കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ള ദന്തം മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കുക,
അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്, കർത്താവ് സാത്താനോട് പറഞ്ഞു. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടിവരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിൽ ഒന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ പരീക്ഷണം ഒരു വലിയ പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ്. സാധാരണ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിക്കാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം സാധിക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. ആദ്യത്തെ പരീക്ഷണങ്ങളെല്ലാം നമുക്കറിയാം, മനുഷ്യനെ അത്രമാത്രം അങ്ങ് തളർത്തിക്കളയില്ല. കാരണം മനുഷ്യൻ ആശ്രയം വച്ചിരിക്കുന്ന ഒന്ന് സമ്പത്തിലാണ്. വസ്തുവകൾ, ആടുമാടുകളൊക്കെ സമ്പത്ത് നഷ്ടമാകുമ്പോൾ ഒരു മനുഷ്യന് പിന്നെയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അയാളും അയാളുടെ മക്കളും കൂടി ചേർന്നാൽ പിന്നെയും ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് പലപ്പോഴും സമ്പത്തൊക്കെ നഷ്ടപ്പെടുമ്പോൾ വീട് വിട്ട് താമസിക്കുന്ന പുരയിടമൊക്കെ വിറ്റ് ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ പലപ്പോഴൊക്കെ ഇങ്ങനെ അപ്പന്മാർ മക്കളോട് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൻ മക്കളോട് പറയുന്നത്, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാം, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം വിഷമിക്കേണ്ട. നാം നാടുവിട്ട് പോകുന്നെങ്കിലും മറ്റ് സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമായ കൃഷിഭൂമികളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവത്തിലുണ്ട് താൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ അത്ര വലിയ പെട്ടെന്നുണ്ടാകുന്നൊരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മക്കളും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അതിനെയൊക്കെ എല്ലാം നേടിയെടുക്കാം സാധിക്കുമെന്ന് സ്വയം തീരുമാനത്തിലും മറ്റുള്ളവരുടെ ഉപദേശത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യഹോവ തന്നു, യഹോവയെ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഒരു പരിധിവരെ ആർക്കും പറയാൻ കഴിയുമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ ഇവിടെ ജോബിൻ്റെ പരീക്ഷണത്തിൽ രണ്ടാമത്തെ പരീക്ഷണം വരുന്നത് ഈ താൻ ആശ്രയം വെച്ചിരിക്കുന്ന മക്കൾ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. മക്കളും തീർന്നുപോയി, മക്കളെല്ലാം മരിച്ചു. ഇനി ബാക്കി ഒന്നുമില്ല. അപ്പോൾ തൻ്റെ ഭൗതികമായിട്ടുള്ള വസ്തുവകളും കൃഷിഭൂമികളും പക്ഷിമൃഗാദികളെല്ലാം മരിച്ചു, ചത്തുപോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ ഇപ്പോൾ തൻ്റെ പുത്രസമ്പത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും ജോബ് കുലുങ്ങുന്നില്ല. ജോബിൻ്റെ ഭാര്യ അവിടെ ഒന്നും പറയുന്നതായിട്ടും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അപ്പോഴും മനുഷ്യജീവിതത്തിലൊരു ധൈര്യമുണ്ട്. പിന്നെയും കുഞ്ഞുങ്ങളുണ്ടാകും, മക്കളുണ്ടാകും. തനിക്ക് ആരോഗ്യവും തനിക്ക് കഴിവും ഉണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയും ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ സഹായം കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ നഷ്ടത്തിലും ആളുകൾ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം സാത്താൻ ദൈവത്തോട് പറയുന്നത്, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ജീവന് വേണ്ടി അവൻ ദൈവത്തെ ഉപേക്ഷിക്കും എന്ന് പറയുന്ന ഒരു വാക്ക്
സാത്താൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കുക, അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കാൻ എന്നെ അനുവദിക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിക്കും. പ്രിയമുള്ളവരെ, പലരും രോഗങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് മരണകരമായ രോഗങ്ങൾ വരുമ്പോൾ വിശ്വാസികളായ ആളുകൾ പോലും സംശയിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുന്നവർ പോലും സംശയിച്ചതായിട്ടും സംശയിക്കുന്നതായിട്ടും നമുക്ക് കേൾക്കുവാനും കാണുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടുള്ള ആളുകളൊക്കെ, നവീകരണ അനുഭവത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുത്തു, ഇനി ഒരിക്കലും അത് ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന ഒരു ധാരണയിലാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് പെട്ടെന്ന് ഇത്തരം മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ അവർ പതറിപ്പോകുന്നത്, അവർ ചഞ്ചലിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്തെല്ലാം പോയി ചിലർക്കെങ്കിലും നല്ല മരണത്തിനും ചിലർക്കൊക്കെ ചില ആശ്വാസത്തിനൊക്കെ കാരണമാകുന്ന, സൗഖ്യത്തിനൊക്കെ കാരണമാകുന്ന രീതിയിൽ അവരെ ദൈവസന്നിധിയിൽ, ദൈവത്തിൽ ധൈര്യത്തിൽ നിർത്തുവാനും യേശുക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാനുമൊക്കെ ബലഹീനനായി എനിക്കും സാധിച്ചിട്ടുണ്ട്. പറഞ്ഞ ഞാനും പലപ്പോഴും അങ്ങനെ പതറിപ്പോകുന്ന അനുഭവമുള്ള ആളാണ്. കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളും വിവിധ പരീക്ഷകളൊക്കെ ഉണ്ടാകുമ്പോൾ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ സാത്താൻ പിന്നെ വന്നിട്ട് ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി ശരീരത്തിൻ്റെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് ജോബിനെ. അവിടെയാണ് ജോബ് ദൈവത്തിൽ അടിപതറാതെ നിൽക്കുകയാണ്. ജോബ് അടിപതറുന്നില്ലെങ്കിലും ജോബിൻ്റെ ഭാര്യ പതറിപ്പോയി. ജോബിൻ്റെ ഭാര്യയുടെ വിശ്വാസം അപ്പാട് നഷ്ടപ്പെട്ടു. ഒരല്പം പോലും ഇല്ല. നോക്കാമെന്ന് പോലും ചിന്തിക്കുന്നില്ല. സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല. യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ജോബിൻ്റെ ഭാര്യ പറയാണ്, ഇനിയെങ്കിലും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്നാ പറയുന്നത്. യാതൊരു സാധ്യതയില്ല. ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നത്? പ്രയോജനമില്ലാത്ത സമ്പത്തും മക്കളും ഇപ്പോൾ അവനവൻ്റെ ശരീരം തന്നെയും ഇല്ലായ്മ ചെയ്ത് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമയത്ത് ഇനി ആരെ വിളിക്കാനാണ്? എന്തു വിളിക്കാനാണ്? അവിടെ തള്ളിപ്പറയുക എന്നൊരനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായി PG വർഗീസ് എന്ന് പറയുന്ന ഒരു വടക്കേ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വേലയ്ക്ക് ഒരാൾ കുറേ സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. ആ വേലയ്ക്ക് ആ സാമ്പത്തിക സഹായം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ദൈവിക ശുശ്രൂഷ ഒത്തിരി ഉയർച്ചയിലേക്ക് പോകും. അത് വളരെ പ്രതീക്ഷയോടെ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം, അത് കിട്ടുമെന്ന് കാത്തിരുന്ന ദിവസം തന്നെ കേൾക്കുകയാണ്, ഏതൊക്കെയോ കാരണത്താൽ ആരൊക്കെ ഇടപെട്ട് മോശമായ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ആ പൈസ
നിന്നുപോയി. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം സ്വപ്നം കണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുമെന്ന് വിശ്വസിച്ച ഒരാൾക്ക്, ആ സുവിശേഷകനായ അദ്ദേഹത്തിന് വളരെയധികം മനോവിഷമമുണ്ടായി, നിരാശയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ആരോടൊന്നും മിണ്ടുന്നില്ല. 2 ദിവസത്തേക്ക് അദ്ദേഹം അനങ്ങിയില്ല, വീടിന് പുറത്തിറങ്ങുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം രാവിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പും മട്ടൊക്കെ കണ്ടപ്പോൾ ചോദിച്ചെന്ന് പറഞ്ഞ്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചാടി ഭാര്യയോട് ചോദിച്ചു, എന്താ നീ പറഞ്ഞ്? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഭാവിയുണ്ട്, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. ആ വചനം ഭാര്യയിൽ നിന്ന് കേട്ട ഭർത്താവ് ചാടി എഴുന്നേറ്റ് ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി എന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആ പുസ്തകത്തിൽ വായിക്കുവാനിടയായിട്ടുണ്ട്. അങ്ങനെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഭാര്യയെയും ഭർത്താവിനെയും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പരസ്പരം ഇതുപോലെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയും ഭർത്താവിനെയും കാണുവാനായിട്ട് കഴിയും. ഭാര്യയാണ് ഭർത്താവിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു വിശ്വാസം? ആർക്കു വേണ്ടിയാണ് ഇങ്ങനെയൊരു വിശ്വാസം? പ്രിയമുള്ളവരെ, അപ്പോൾ ജോബ് പറയുന്നത് എന്താണെന്നറിയോ? എന്താണ് നീ ഭോഷത്വം പറയുന്നു? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നിലും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പരീക്ഷണം കഴിയുമ്പോൾ സാത്താനോട് ദൈവം ചോദിക്കുന്നത് അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചു എന്നാണ്. അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിലനിൽക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാത്താൻ ഏതൊക്കെ രൂപത്തിലും ഏതൊക്കെ ഭാവത്തിലും വന്ന് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഈ വചനത്തെ മുറുകെ പിടിക്കണം. ദൈവവിശ്വാസത്തിൽ അചഞ്ചലമായി നമ്മൾ നിലകൊള്ളേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജോബ് ഇതിലൊന്നിലും തൻ്റെ നാവ് കൊണ്ട് പാപം ചെയ്തില്ല. തൊട്ട് പിന്നോട്ടുള്ള എല്ലാ അധ്യായങ്ങളും 3 കൂട്ടുകാരന്മാർ, ജോബിന് ഏറ്റവും അടുത്ത 3 കൂട്ടുകാരന്മാർ വന്ന് സംസാരിക്കുന്നതാണ്. ജോബ് തന്നെ പരാതിപ്പെടുന്നുണ്ട്. ജോബ് ജനിച്ച ദിവസം വരെയും ശപിക്കപ്പെട്ടതായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തെ നാവുകൊണ്ട് ശപിക്കുന്നില്ലെങ്കിലും തന്നെ തനിക്ക് വന്ന ഈ ഗതിയൊക്കെ ഓർത്ത് തന്നോട് തന്നെ പരാതിപ്പെടുകയും തന്നെ ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ 3 പേര് വന്ന്, ആ 3 പേര് വന്നിട്ടും ജോബിൻ്റെ കൂടെ ഒന്നും സംസാരിക്കാൻ പറ്റാതെ 4 ദിവസങ്ങളോളം അവനോടുകൂടെ മിണ്ടാതിരുന്നു എന്നാണ്. ജോബിനോട് അവർ ചോദിക്കുന്ന ചോദ്യമാണ് 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത് പകർന്നു. നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ?
നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ജോബിനോട് ചോദിക്കുകയാണ്. കാരണം ഒരുപക്ഷെ അത് ജോബിൻ്റെ തന്നെ പരാതിയായിരിക്കാം. ജോബ് ദൈവത്തിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും ദൈവത്തിനെതിരെ സംസാരിച്ച ഭാര്യയോട് ഭോഷത്വം സംസാരിക്കുന്നു എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞെങ്കിലും ജോബ് തന്നോട് തന്നെ സംസാരിച്ചു. താൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ, ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി ശപിക്കപ്പെടട്ടെ, ആ ദിവസം അന്ധകാരവൃതമാകട്ടെ, ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ, അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. അമ്മയുടെ ഉദരം അടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല, ജനിച്ച് എൻ്റെ കൺമുമ്പിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല, ജനിച്ച ഉടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല, എൻ്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു, എന്തിനെന്നെ പാലൂട്ടി വളർത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പരാതികളൊക്കെ തന്നോട് തന്നെ, ദൈവത്തോട് പറയുന്നില്ലെങ്കിലും തന്നോട് തന്നെ പരാതി പറയുന്ന ജോബിനോട് തൻ്റെ കൂട്ടുകാരനായ എലീഫാസിൻ്റെ ചോദ്യമാണ്, നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പതറിപ്പോകുന്ന, ഇടറിപ്പോകുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അനുഭവത്തിലൂടെ നമ്മളെ കാണിക്കുകയാണ്. വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന വിശുദ്ധന്മാരെ നമ്മൾ അവഗണിച്ച് പോകരുത്. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 13-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് ദൈവവചനം പറഞ്ഞ് നമ്മളെ വഴി നടത്തിയിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഓർക്കണമെന്നാണ്. എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കണം. അവരുടെ ജീവിതാന്തത്തിൻ്റെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം പ്രസംഗിച്ച 13:7, എബ്രായർ 13:7 നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എബ്രായർ 12:1 പറയുന്നത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. സങ്കീർത്തനം 34:5 അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇത്ര മാരകമായ ഒരു പ്രഹരം, ഇത്ര മാരകമായ ഒരു ശിക്ഷണം ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി സാത്താൻ നമ്മളിൽ വെച്ചപ്പോൾ, സാത്താൻ ജോബിൽ വെച്ചപ്പോൾ അത് സഹിക്കാവുന്നതിലപ്പുറമായി തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകളും നമ്മുടെ ജീവിതത്തിലെ ചില പ്രയാസങ്ങളും വേദനകളും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്, നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു യേശുവിനെ നോക്കി വേണം നമ്മുടെ യാത്ര. ആ യാത്ര നമ്മളിൽ പതറാതെ, തളരാതെ, തകരാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. ശുശ്രൂഷ ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നാനാ പരീക്ഷകൾ, വേദനകൾ,
നന്നായെനിക്കിന്നുണ്ടായിടലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടവിൽ ഞാൻ വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇനി ഉണ്ടാകുവാനിരിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ പരീക്ഷകളെയും നേരിടുവാൻ യേശുവേ അങ്ങയുടെ ക്രൂശ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ക്രൂശിലേക്ക് നോക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ, എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. വിശ്വാസ തീഷ്ണതയോടെ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി യാത്ര ചെയ്ത എല്ലാ പിതാക്കന്മാരും, എല്ലാ അപ്പോസ്തലന്മാരും, പ്രവാചകന്മാരും, സ്ലിഹന്മാരുമായുള്ളവരെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.